ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എന്താ പറയുക, ഈ വർഷം എല്ലാവർക്കും ഏറ്റവും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണോ ആശംസിക്കണോ കേട്ടോ. അപ്പോൾ ഇന്ന് പതിയെ രാവിലെ, ഇന്ന് ശനിയാഴ്ച രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് എനിക്കും ഒരിത്തിരി പനിയുടെ ഒരു കോളുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ തൊണ്ടവേദനയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ പൊടിയിലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും. രാവിലെ എണീറ്റ് വൈകുന്നേരം ആയപ്പോഴേക്കും ഒക്കെ ഓക്കെ ആയി. പക്ഷേ പാച്ചുവിന് ചെറുതായിട്ടൊരു ചുമ. പക്ഷെ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ മരുന്ന് കഴിക്കാൻ ഒട്ടും കൂട്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തോമൂനെ കാണിക്കുന്ന പോലെ തന്നെ ഹോമിയോ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി ഡാഡിയും ഡിമ്പിളും കൂടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. കുറേ ലേറ്റായിട്ടാണ് അവർ വന്നത്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ രാത്രിയിൽ വാങ്ങിയ എല്ലാതും ബാക്കിയുണ്ടായിരുന്നു. ബിരിയാണിയിലുണ്ടായിരുന്നു, എല്ലാത്തിലും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും ബിരിയാണി കഴിച്ചു, ഞാനും ഡാഡിയും ചോറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് വേഗം ഉച്ചയിലത്തെ പരിപാടി വേഗം കഴിച്ച് കുട്ടികളൊക്കെ, ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിത് ഇപ്പോഴാണ് കേട്ടോ ഡോക്ടറെ അടുത്ത് പോയിട്ട് മടങ്ങി വന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ആദ്യം വന്നിട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ കഴിച്ചിട്ട് പോയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങൾക്കറിയാലോ, ഉച്ചയ്ക്ക് ഊണിൻ്റെ തൊട്ട് മുമ്പ് വരെ ഞാൻ ഈ 2 മണി വരെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ ഇരിക്കാറ് കേട്ടോ. അപ്പോൾ ഡാഡി ഡിമ്പിളിനെ കൊണ്ടുപോയ കാരണം ഒന്ന് ചുറ്റി, കാരണം വരാൻ കുറച്ച് ലേറ്റായി. എന്നാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ കൊച്ചു റിങ്ങിൻ്റെ കൂടെയുള്ള ഡ്രോപ്സാണ്. ഇത് വൈറ്റ് ഗോൾഡാണ് കേട്ടോ. വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം ബോൾ ചെയിനാണ് ഇങ്ങനെ വന്നിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നല്ലൊരു കനമുള്ള മാലയാണ്. ജെൻസിനും ലേഡീസിനും ഒരുപോലെ ഇടാവുന്നതാണ് കേട്ടോ. 8 പിടിയിലും 10 പിടിയിലും വരുന്നുണ്ട്. ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും എങ്ങനെയാവുമെന്ന്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ കൊച്ച് ഇങ്ങനെ തൂക്കിയിടാവുന്ന പോലെ റിങ്ങുകളാണ്. അപ്പോൾ വല്ലാണ്ട് നീളമില്ലാണ്ട് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് പ്ലേറ്റ് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ എന്നാലും ഞാനത് സംഭവം കാണിച്ചു എന്നുള്ളൂ കേട്ടോ നിങ്ങളെ. അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി. ഒക്കെ ഈ മരുന്ന് ഗുളികകളും കാര്യങ്ങളൊക്കെ കഴിക്കണം കാരണം എല്ലാവരും സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ചൂടല്ലേ, അധികം ഇങ്ങനെ നടക്കണേക്കാളും നല്ലതൊക്കെ റൂമുകളിൽ ഉറങ്ങുക തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും കുഞ്ഞു സ്നാക്സ് ഉണ്ടാക്കും കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ, ഓരോന്ന് 2 ഒക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ പണ്ടേ തൊട്ട് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ, അപ്പോൾ കുറേ കാലമായിട്ടത് നിർത്തി വെച്ചേക്കായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനത് തുടങ്ങിയതാണ് കേട്ടോ. പക്ഷേ എന്നാൽ കുക്കറിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും എനിക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു സാവകാശം ആയിട്ടില്ല. ആവുമ്പോൾ ഞാൻ അങ്ങനെ സമാധാനത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് വേറെ ഒന്നുമില്ല, ഞാൻ ചായ വെക്കുന്ന നേരം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. ഒരു 3-4 പീസ് ബ്രെഡ് പൊടിച്ചിട്ട് അതിൽ ഒരു പിടി നാളികേരവും കുറച്ച് പഞ്ചസാരയും 2-3 സ്പൂൺ പാല് മാത്രം, കൂടരുത് കേട്ടോ പാല്, വളരെ കുറച്ച്. കാരണം ഈ ബ്രെഡിൻ്റെ നനവും പിന്നെ പഞ്ചസാരയുടെ നനവും പിന്നെ നമ്മുടെ തേങ്ങയുടെ നനവും ഒക്കെ കൂടെ ആകുമ്പോൾ 2 സ്പൂൺ പാൽ ഒഴിച്ചാൽ മതി. 2-3 സ്പൂൺ നമുക്ക് പിടിക്കുമ്പോൾ അറിയാമല്ലോ. എന്നിട്ട് അതിൽ ചെയ്യേണ്ടത്, വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു തുണ്ട് ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു ഏലക്കായുടെ, ഇല്ലെങ്കിലും വിരോധമൊന്നുമില്ല. കാരണം ബ്രെഡിലെല്ലാതും ഉള്ളതാണ്. അപ്പോൾ അതുപോലെ മധുരം ഇടുമ്പോഴും സൂക്ഷിക്കുക. മധുരമുള്ള സ്വീറ്റ് ബ്രെഡൊക്കെ ആണെങ്കിൽ മധുരമേ ഇടണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി ഞാനിതിപ്പോൾ 3 ബ്രെഡും അതിനനുസരിച്ച് സംഭവം എടുത്തപ്പോൾ 9 ഉണ്ടയാണ് കിട്ടിയത് കേട്ടോ. കോക്കനട്ട് ബോൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് വേണമെങ്കിൽ മറ്റേ എന്താ പറയുക, കുറച്ചും കൂടി ഭംഗിയിലൊക്കെ കാണിക്കണമെങ്കിൽ മറ്റേ തേങ്ങയുടെ പൊടി ഉണ്ടല്ലോ, അതിലൊന്ന് തേങ്ങയിലൊക്കെ എന്നിട്ട് ഉരുട്ടിയിട്ട് വേണമെങ്കിലൊക്കെ ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും മതി. അപ്പോൾ അതാകുമ്പോൾ മറ്റേ വെളിച്ചെണ്ണയുടെ ഉള്ളിലേക്ക് വീണ് പോവും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഇതിൽ തേങ്ങയുള്ള കാരണം വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അത് വരിക. അപ്പോൾ ഞാനതൊക്കെ ഉണ്ടയാക്കി വെച്ച് അങ്ങോട്ട് മാറ്റി വെച്ച് കുട്ടികളെ എണീറ്റിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ സാരിയുടെ ഓർഡർ, അറിയാമല്ലോ ഇന്നിപ്പോൾ ഡിവൈൻ സാരിയുടെ വീഡിയോ ഇട്ടോട് കൂടിയിട്ട് ഇടുന്ന ദിവസമാണ് നമുക്ക് ഏറ്റവും ഭയങ്കര തിരക്കുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് അവിടെ അപ്പാപ്പനെ വിളിച്ചിട്ട് പാച്ചു എണീറ്റു. പിന്നെ തോമു ചാക്കോച്ചനും വന്നു. അപ്പോൾ എല്ലാവരും എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നാൽ പിന്നെ ചൂട്ടോടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എനിക്ക് 9 എണ്ണമാണ് കിട്ടിയത്. 9 ബോൾസ്, അത്യാവശ്യം ഉണ്ണിവെപ്പത്തിൻ്റെ വലിപ്പമുള്ള ബോൾ. ഇനിയിപ്പോൾ ഇത് ചെറുതാക്കി ഉണ്ടാക്കിയാലും വിരോധമൊന്നുമില്ല. പിന്നെ പൊട്ടൊന്നുമില്ല, നല്ലോണം അമർത്തി ഒന്ന് പിടിച്ചാൽ പൊട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനതുണ്ടാക്കി. അപ്പം തന്നെ ഈ 2 കുട്ടികൾ, എനിക്ക് തോന്നുന്നു പാച്ചു കഴിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഈ 2 അപ്പം തന്നെ എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോൾ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ അങ്ങനെ 4 മണിക്കലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ ഓരോ പ്രാവശ്യം ഒതുക്കലാണ്. അങ്ങനെ ഞങ്ങളിത് പുറത്ത് നോക്കിയപ്പോൾ നമ്മുടെ തോമുട്ടൻ ബഹളം വെച്ച് ഓടി അകത്തേക്ക് കയറി. നോക്കിയപ്പോൾ എന്തുട്ടാ സംഭവം എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ വീട്ടിൽ പടക്കം പൊട്ടിച്ചപ്പോൾ അവൻ പേടിച്ചതാണ്. അവൻ ജീപ്പും കൊണ്ട് മുറ്റത്ത് ഓടി നടക്കുമായിരുന്നു. ആ സമയത്താണ് പടക്കം പൊട്ടിയത്. മൂപ്പർക്ക് ശബ്ദം കേട്ട ഭയങ്കര പേടിയാണ്. അവൻ ഓടി അകത്ത് കയറിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവനെ കളിയാക്കിയതാട്ടോ. പിന്നെ ഞാനും കുട്ടികളും കൂടിയിട്ട് ഉമ്മർത്ത് നിന്നിട്ട് അവിടെ പടക്കം പൊട്ടണതൊക്കെ നോക്കി നിന്നു കേട്ടോ. കുട്ടികൾക്ക് അതൊരു കൗതുകമാണല്ലോ. പക്ഷേ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഏറ്റവും പേടി ഇവിടെ നമ്മുടെ കിയാച്ചിക്കാണ് കേട്ടോ. നമ്മുടെ പട്ടിക്കുട്ടികളിൽ കിയ ഉണ്ടല്ലോ, കിയയ്ക്ക് ഭയങ്കര പേടിയാണ്. കിയ പടക്കം പൊട്ടി കഴിഞ്ഞാൽ വാതിലുമേ വന്നിട്ട് ബാക്കിൽ വാതിലുമ വന്നിട്ട് മാന്തല പണി, അതായത് തുറക്ക് ഞാനൊന്ന് അകത്ത് കയറട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ സമ്മതിക്കില്ല. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടിൻ്റെ അറ്റത്തെ മറ്റേ കമ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ പോയിട്ട് ഒളിച്ച് കിടക്കും. ഇന്നത്തെ ദിവസം പുറത്തിറങ്ങിയിട്ടില്ല. ആദ്യം കുറേ മാന്തി നോക്കി, പിന്നെ പറ്റാണ്ടായപ്പോൾ ആൾ പോയി കിടന്നു അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിയിലേക്കും ഈ പറഞ്ഞ പോലെ എല്ലാതും ബാക്കിയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ മേടം 1 അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ എല്ലാം പുതിയതായിരിക്കണം, പഴയതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഓരോ സെക്ഷനായിട്ട് ഡിവൈൻ ദോശയും ചമ്മന്തിയും കഴിച്ചു. ഞാനും ഡാഡിയും ചോറ് കഴിച്ചു. ഓംലെറ്റൊക്കെ ഉണ്ടാക്കി. ഡോണിന് മറ്റേ KFCയും അങ്ങനെ ആയിട്ട് കഴിച്ചു. കുബൂസും മുട്ടയിട്ട് ഡിംപിൾ ഓംലെറ്റ്, അങ്ങനെ ഓരോരുത്തരും ഓരോന്നെടുത്ത് കംപ്ലീറ്റ് ഫ്രിഡ്ജ് കാലിയാക്കി. അപ്പോൾ നോൺ വെജും കംപ്ലീറ്റ് കണ്ടു. കിയ കിടക്കണുണ്ടോ ഓടി പോയിട്ട് മുക്കിൽ. ഭയങ്കര പേടിയാണ് കിയയ്ക്ക്. പടക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. മറ്റുള്ളവർക്ക് മറ്റു 2 പേർക്കും പേടിയുണ്ടെങ്കിലും കിയയുടെ അത്ര പേടിയില്ല കേട്ടോ. കിയനിങ്ങനെ ചകത്ത് കിടന്ന് വളർന്ന് വലുതായ കാരണം അവൾക്ക് അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം അങ്ങനെ അവർക്ക് ഞാൻ നേരത്തോടെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്ന് വാഷ് ചെയ്തപ്പോൾ ഡിമ്പിളാണ് കേട്ടോ കംപ്ലീറ്റ് തുണികളും കാര്യങ്ങളൊക്കെ തോരിയിട്ടത്. കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ ചൂടും ഭയങ്കര ചൂട്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടാണല്ലോ. ഈ കോൺക്രീറ്റും മുകളിലത്തെ ഡ്രസ്സൊക്കെ ആയിട്ട്. അപ്പോൾ അവർ പാല് മുഴുവൻ കുടിച്ചു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ആ പാത്രം കഴുകി അവിടെ കമത്തി വെക്കും. അപ്പോഴല്ലേ നമുക്ക് നാളെ നമ്മൾ കൊടുക്കാൻ എടുക്കുമ്പോൾ ഫ്രഷായിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോഴത്തെ കാര്യങ്ങൾ അപ്പം ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി. ഇന്ന് നേരത്തോടെ അവരുടെ പരിപാടികൾ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത് നാളെ ഷേവ് ചെയ്യാനായിട്ട് ഡാഡി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടികളും ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തണ്ണിമത്തങ്ങ ഡാഡി ഇന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ചെപ്പുകളൊക്കെ ഇനി നാളെ വേണം നമുക്ക് നിറയ്ക്കാനായിട്ട്. ഇത് വേസ്റ്റ് കൊണ്ടുവന്ന് വെക്കേണ്ട രാവിലെ ഡാഡിക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് നമ്മുടെ അവിടെ തൂക്കിയിട്ടൊക്കെ കണ്ടിട്ടില്ല, അതിലേക്ക് മാറ്റിയിടും. പേപ്പറൊക്കെ കൊണ്ട് കത്തിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും രാത്രിയാകുമ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് അവിടെ വെക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടിയും കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ മാർക്കറ്റിൽ പോയി വന്നിട്ട് വേണം ഈ ചെപ്പുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഈ സിലിണ്ടർ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒരു 22 ദിവസത്തിന് മേലെയായി ഈ സിലിണ്ടർ ഇവിടെ ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു എന്ന് വെച്ചിട്ട് പുതിയ സിലിണ്ടർ കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷേ പഴയ സിലിണ്ടറിൽ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതിപ്പോൾ അന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്നെങ്കിൽ അതായത് ഒരു അടുപ്പിന് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ മാറ്റി വെച്ചിരുന്നെങ്കിൽ അത്രയും ദിവസത്തെ ഗ്യാസ് നമുക്ക് വേസ്റ്റായി തന്നെ. അപ്പോൾ അങ്ങനെ രാത്രിയിലത്തെ എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും പതിവില്ലാണ്ട് ഒരു വട്ടായി ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വായിച്ചു, അതിൽ കണ്ടു നമ്മൾ നിറഞ്ഞ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുക്കളയിൽ രാത്രി വെച്ച് രാവിലെ എണീറ്റ് അത് കാണുമല്ലോ, കണ്ടിട്ട് അത് ഒഴിച്ച് കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം കഴുകാനെടുക്കുക എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ചേതല്ലാത്തൊരു സംഭവം, ഒരു പാത്രം വെള്ളം നിറച്ച് അടുക്കളയിൽ വെക്കല്ലേ വേണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ടെന്നാൽ അങ്ങനെ ചെയ്യാമെന്ന്. അപ്പം നിങ്ങൾക്കും അതൊരു ഇതൊന്നും അന്ധവിശ്വാസങ്ങളൊന്നും അല്ല കേട്ടോ, നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് കേൾക്കും. അപ്പോൾ ഇതിനിപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, വേറെ ഇതൊന്നുമില്ല. എന്നാൽ പിന്നെ നമുക്കും ചെയ്യാമല്ലോ, നല്ലത് വരികയാണെങ്കിൽ വരട്ടെ. നമ്മൾ വരുന്നതിനെ അടച്ച് കളയണ്ടല്ലോ. നമ്മളെപ്പോഴും പറയും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാണ്ടിരിക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ട് അയ്യോ ഇതൊരു അന്ധവിശ്വാസമാണോ, അത് അങ്ങനെയാണ് ഒന്നുമില്ല. നമ്മൾ പറയില്ലേ നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രം കണി കാണുക എന്ന് പറയില്ല, അത് കണി കാണുകയല്ല. അടുക്കളയിൽ കയറി വരുമ്പോൾ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം ഇരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ വേറെ ഒന്നും എന്താ പറയുക തർക്കിക്കാനോ എടുക്കാനോ ഒന്നുമില്ല കേട്ടോ. ഇനി അതിൻ്റെ പേരിൽ ഒരാളും എന്താ പറയുക അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും ചോദിച്ചു വരായിക്കോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ഇത് പുതിയ കളക്ഷനാണ്. ഇപ്പോൾ പുതിയ കളക്ഷനല്ല, ഇത് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് പേളിൻ്റെ ഈ കുർബാന സ്വീകരണത്തിന് ഒരു കുട്ടിക്കുള്ളതാണ്.
ഇത് തന്നെ ഒരു കുട്ടി ബ്രൈഡിന് വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടിട്ട് കേട്ടോ. ഇത് പുറത്തുള്ളൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ബ്ലാക്ക്, ഇത് തന്നെ റൂബിയും ഇത് തന്നെ വൈറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് തന്നെ കമ്മലും മോതിരവും വളയുണ്ട്, ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പല പാറ്റേണിൽ ഈ ഡിസൈൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മലും വളയും മറ്റേ ഇതും വരുന്നുണ്ട്, സ്പ്ലിറ്റ് ബാങ്കിളും വരുന്നുണ്ട്, സാധാരണ വളയും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ റൂബി. പിന്നെ വേറൊരു പാറ്റേൺ ഉള്ളത് സിമ്പിളായിട്ടുള്ളത് ബ്ലാക്കും വൈറ്റാണ്. ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് ഒന്നിച്ച് അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ സാരിയും ഇതൊക്കെ കൂടിയിട്ട് അവർക്കൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് എത്തിക്കാവുന്നതുള്ളൂ കേട്ടോ, തരാവുന്നതുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ മേശപ്പുറത്ത് അത് ഇരിക്കട്ടെ, നാളെ രാവിലെ അതായത് ഇന്ന് രാവിലെ ഡാഡി എണീറ്റ് വരുമ്പോൾ ഇത് കണ്ടോട്ടെ കണിയായിട്ട് എന്ന് വിചാരിച്ചു. കാരണം ഞാൻ രാത്രിയിലാണ് ഇത് പാക്ക് ചെയ്യാനായിട്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ, കാരണം രാവിലെ അത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് നമ്മുടെ ചാക്കോച്ചൻ്റെ വിഷുവാണ് കേട്ടോ, അവൻ്റെ ഫസ്റ്റ് വിഷുവാണല്ലോ. അപ്പോൾ അതേ ഇവിടെ ഡിവൈൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തോമുവിൻ്റെ പറ്റിയിട്ടില്ല, അവൻ ക്ലാസ്സിൽ പോയ കാരണം, പ്ലേ സ്കൂളിൽ പോയ കാരണം അവൻ്റെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചിപ്പപ്പോൾ തോമു ഒന്നിനും നിന്ന് തരില്ല, ഭയങ്കര മടി അവന് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ പാച്ചൂട്ടൻ്റെ വിഷു ആഘോഷം, അവരുടെ പ്ലേ സ്കൂളിൽ വിഷു ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫോട്ടോസായിരുന്നു, അത് പൊന്നു വീഡിയോസാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെയും വിഷു ആഘോഷം കഴിഞ്ഞു. തോമുട്ടൻ്റെ വിഷു പിന്നെ 2-3 വർഷമായല്ലോ അവൻ്റെ വിഷു. പിന്നെ ഞാൻ ഈ നേരത്തെ തപ്പിയപ്പോൾ എനിക്ക് അവൻ്റെ പഴയ ഫോട്ടോസൊന്നും കിട്ടിയില്ല. ഇത് തന്നെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇട്ടപ്പോൾ എന്തോ ഒരു മ്യൂസിക് വന്നിട്ട് കോപ്പിറൈറ്റ് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ തപ്പാനായിട്ട് നിന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ മോൻ്റെ വക വിഷു ആശംസകൾ ഞാൻ നേരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ദേ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. ഈ ഒരു വർഷം എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഈ ഒരു വർഷം ഇനി എന്താ പറയുക, അടുത്ത വർഷം നമുക്ക് ഈ വർഷത്തെ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാനുള്ള അവസരം ദൈവം തരട്ടെ.